ഗൈസ്, പൊറാട്ടൻ്റെ കൂടെ ചിക്കനും ബീഫും ഇങ്ങനെ കഴിക്കാതെ ഈ കറിയൊക്കെ ഒന്നും ഉണ്ടാക്കി വെക്കണേ. ഈ ചാർക്കോൾ ബട്ടർ പനീർ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലേ വേഗം ഉണ്ടാക്കിക്കോ, സമയം കളയണ്ട. പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടേ കുറച്ച് പനീർ ഇട്ട് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുത്തോട്ടോ. എന്നിട്ടേ ആ പാനിലേക്ക് തന്നെ കുറച്ച് സ്പൈസസും 2 സവാള അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടെടുത്തോ. പിന്നെ 2 ഉണക്കമുളക്, പിന്നെ കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി ആണെങ്കിൽ ബെസ്റ്റ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഒരു തക്കാളി എല്ലാം കൂടെ ചേർത്തെടുത്തോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടേ കുറച്ച് ക്യാഷ് വെള്ളത്തിൽ കുതിർത്തിയതും കൂടെ ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് ഇത് ചൂടാറിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തോ. ഒരു തരിയൊന്നും പാടില്ല, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വീണ്ടും പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ അരച്ച് വെച്ചിട്ടുള്ള പ്യൂരി ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തെടുത്തിട്ട് എനിക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ എനിക്ക് ആഡ് ചെയ്തോ. എന്നിട്ട് കുറച്ച് ഷുഗറും കൂടെ ആഡ് ഇട്ടെടുത്തോ. പഞ്ചസാര കുറേ വാരിയിടണ്ട, ഒരു 1/2 സ്പൂണ്. നല്ലൊരു മണം ഇങ്ങനെ വന്നു തുടങ്ങുമ്പോഴേ ആ പാൽക്കട്ടികൾ ഇതിക്കാണ് ചേർത്തെടുത്തോളൂ. പിന്നെ ഫൈനൽ സ്റ്റേജിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഇങ്ങനെ ആഡ് ചെയ്യാം. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ചാർക്കോളെടുത്ത് കത്തിക്കുക, ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കുക, കുറച്ച് ഓയിൽ ഒഴിക്കുന്നു, അതിലേക്ക് ഇറക്കി വെക്കുന്നു, പുക വരുന്നു, മൂടി വെക്കുന്നു. ഇത്രേ ഉള്ളൂ പരിപാടി. ഇനിയിപ്പോൾ പൊറാട്ടയോ ചപ്പാത്തിയോ എന്താണെന്ന് വെച്ചാൽ ആവാം. അപ്പോൾ അങ്ങനെ ഗൈസ്, ഈ ചാർക്കോൾ ബട്ടർ പനീർ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ, സീ യു സൂൺ.